ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുട്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1-ലെ 8ാമത്തെ എപ്പിസോഡാണ്. സോ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ടോക്കിയോ മെട്രോപൊളിറ്റൻ ജുജുട്സു ടെക്നിക്കൽ ഹൈസ്കൂൾ ആണ് കാണിക്കുന്നത്. ആ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗിയോട്ടോയുടെ പ്രിൻസിപ്പൾ ഇന്ന് നമ്മുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. സ്പെഷ്യൽ കേഴ്സിനെ വെച്ച് യുജിയെ കൊന്ന ഹയർ ഒഫീഷ്യൽസിന്റെ കൂട്ടത്തിൽ അവരുമുണ്ട് എന്ന് പാണ്ഡ പറയുവാണ്. ആക്ച്വലി അവരുടെ ടാർഗറ്റ് യുജി ഇറ്റഡോരി ആയിരുന്നു. ആ സ്പെഷ്യൽ കേഴ്സിനെ വെച്ച് യുജിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. യുജി മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റു രണ്ടുപേരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെ ഒന്നും ചെയ്യില്ല. അത് പ്രിൻസിപ്പലിന്റെ ഇമേജിനെ ബാധിക്കും എന്ന് സെനൻ പറയുന്നു. ഇത് കേട്ട് പാണ്ഡ പറയുവാണ്, പ്രിൻസിപ്പൾ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ പ്രിൻസിപ്പലിന്റെ കൂടെ വന്ന അവരുടെ സ്റ്റുഡൻസ് എന്തെങ്കിലും ചെയ്യോ? ആ ഇവന്റിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇവരെ കാണാൻ വേണ്ടി അവിടുത്തെ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഫുഷിഗ്രോ അതിലുണ്ടായിരുന്ന ലേഡിയെ നോക്കി ഹായ് സെനൻ എന്ന് പറയുന്നു. ഇത് കേട്ട് നോബറ ഇത് മാക്കിയുടെ സിസ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നു. അവളും ഞാനൊന്നും ഒരേപോലെയല്ല, അവളെ കൂടെ എന്നെ കമ്പയർ ചെയ്യരുത് എന്ന് ആ ലേഡി പറയാണ്. ഇവളുടെ പേരാണ് മായി സെനൻ, മാക്കി സെനന്റെ ട്വിൻ സിസ്റ്റർ. മായി പറയാണ്, സൂക്രയുടെ വിസിൽ എന്നറിയപ്പെടുന്ന ഒരു മോൺസ്റ്റർ ഇപ്പോ അവൻ മരിച്ചുപോയല്ലേ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവരോട് വെറുതെ ആവശ്യമില്ലാണ്ട് സംസാരിക്കണ്ട, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നടക്കാൻ പോകുന്ന ഇവന്റിൽ പങ്കെടുക്കുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെന്ന് കേട്ടല്ലോ. ഒരുപക്ഷെ നിങ്ങൾ അതിന് പറ്റിയ ആൾക്കാരല്ലെങ്കിൽ തേർഡ് ഇയർ സ്റ്റുഡൻസ് സസ്പെൻഡ് ആയാലും വേണ്ടില്ല, തൂക്കിയെടുത്ത് കൊണ്ടുവരും ഞങ്ങള്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറ, നിനക്ക് എങ്ങനത്തെ ഗേൾസിനെയാണ് ഇഷ്ടം? ഞാൻ ഉദ്ദേശിക്കുന്ന മറുപടി നീ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഇവിടെ വെച്ച് ഞാൻ കൊല്ലും. ഇതുവരെ കാണാത്ത നിന്നോട് ഞാൻ എന്തിനത് പറയണമെന്ന് ഫുഷിഗ്രോ അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട് നോബറ പറയാണ്, അവനധികം ആരോടും സംസാരിക്കില്ല എന്ന്. ഫുഷിഗ്രോയെ തല്ലാമെന്ന അയാൾ പറയുന്നു, എന്റെ പേര് ആവേ ടോഡോ, കിയോട്ടോയിൽ നിന്നും വരുന്നു. ഇപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇനി പറ, എങ്ങനത്തെ ഗേൾസിനെയാണ് നിനക്ക് ഇഷ്ടമെന്ന് അറിഞ്ഞാൽ മാത്രമേ നിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില ആളുകളുടെ ക്യാരക്ടർ വളരെയധികം ബോറായിരിക്കും. അവസാനമായിട്ട് നടന്ന ആ ഇവന്റ് അതെനിക്ക് വളരെയധികം ബോറായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നത്. സോ വേഗം പറ എന്ന് ടോഡോ പറയാണ്. ഇത് കേട്ട് ഫുഷിഗ്രോ, നോബറയുടെ കയ്യിൽ ഇപ്പോൾ ടൂൾസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. പ്രശ്നങ്ങൾ വരുമ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിൽ യാതൊരു കുഴപ്പമില്ല, ഒരാൾക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ മതി എന്നൊരു ലേഡി ഫുഷിഗ്രോയോട് പറയുന്നത് പോലെ കാണിക്കുന്നു. ഫുഷിഗ്രോ പറയുവാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഗേളിനെയാണ് എനിക്കിഷ്ടം. നീ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് വലുത് വേണം ചെറുത് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മോനെ തീർച്ചയായിട്ടും നിന്റെ മോന്തടിച്ച് ഞാൻ പൊട്ടിച്ചേനെ എന്ന് നോബ്ര പറയുവാണ്. ഞാൻ വിചാരിച്ചത് ശരിയാണ്, നീ വളരെയധികം ബോറിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടോഡോ ഫുഷിഗ്രോയെ എടുത്ത് ഒറ്റയേറിയുന്നു. ഫുഷിഗ്രോയെ സഹായിക്കാൻ വേണ്ടി നോബ്ര ശ്രമിക്കുന്ന സമയത്ത് നോബ്രയെ പിടിച്ചു വെക്കുവാണ് മായി. നിന്നെ വെച്ച് നോക്കുമ്പോ മാക്കി എന്തുമാത്രം ക്യൂട്ടാണ്, നീ വളരെ ബോറിംഗ് ആണെന്ന് നോബ്ര പറയുവാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന മായി അവളുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. മൂത്തവരെ ബഹുമാനിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നീ വളരെയധികം ബോറിംഗ് ആണെന്ന്. പക്ഷെ ഒരു ബുക്കിന്റെ കവർ കണ്ട് ആ ബുക്കിനെ വിലയിരുത്തരുത് എന്നുള്ള ഒരു പഴഞ്ചൊല്ലുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് ആ ചോദ്യം ചോദിച്ചത്. സോ എനിക്ക് മനസ്സിലായി, നീ ശരിക്കും ബോറിംഗ് ആണ്. ഒരു മിനിറ്റ്, ഇവനാണോ അവൻ എന്ന് ഫുഷിഗ്രോ ചിന്തിക്കുന്നു. കഴിഞ്ഞ വർഷം കേഴ്സിനെ വെച്ച് കീറ്റ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 100 കേഴ്സിനെ ഒറ്റയ്ക്ക് നേരിട്ടത്. അതിൽ 10 എ ഗ്രേഡും 5 സ്പെഷ്യൽ ഗ്രേഡും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇവൻ ഒറ്റയ്ക്ക് നേരിട്ടു. ആ ടോഡോ തന്നെയാണോ ഈ ടോഡോ? ഫുഷിഗ്രോക്ക് മനസ്സിലാവുന്നു, അവൻ തന്നെയാണ് ഇവൻ. നീ കേഴ്സ് വെച്ചാണോ എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്നത് എന്ന് ഫുഷിഗ്രോ അവനോട് ചോദിക്കുന്നു. അവൻ പറയുന്നു, ഇല്ല, സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിന്റെ കൂടെ മാത്രമേ ഞാൻ എന്റെ പവേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോ ഫസ്റ്റ് ഗ്രേഡ് കേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഇവന്റെ എനർജി യൂസ് ചെയ്യില്ലേ എന്ന് ഫുഷിഗ്രോ മനസ്സിൽ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ ഫുഷിഗ്രോ തന്റെ ഷീക്കുഗാമിയെ സഹായത്തിന് വിളിക്കുന്നു. കാരണം വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല. ഇതേ സമയം സ്പീഡിൽ ഓടി വന്ന ടോഡോ ഫുഷിഗ്രോയെ എല്ലാ ഷീക്കുഗാമിയെയും തെറിപ്പിച്ചു വിടുന്നു. പോരാത്തേനെ ഫുഷിഗ്രോയെ അവിടെ നിന്ന് പൊക്കിയെടുക്കാനും ശ്രമിക്കുന്നു. ഇവൻ ഇത്രയും ഫാസ്റ്റ് ആയിരുന്നോ എന്ന് ഫുഷിഗ്രോ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ഫുഷിഗ്രോയെ തൂക്കിയെടുത്ത് നിലത്തടിയുവാണ് ടോഡോ. നീ വളരെയധികം ബോറിംഗ് ആണെന്ന് പറഞ്ഞ് ഫുഷിഗ്രോയെ ഇപ്പൊ കൊല്ലുവടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് ഫുഷിഗ്രോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ടോഡോ വളരെ സീരിയസ് ആയിട്ട് തന്നെയായിരുന്നു ഫൈറ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ശത്രുക്കൾ പോലുമല്ല. എന്നാലും ഫുഷിഗ്രോയെ കൊല്ലാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ടോഡോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഫുഷിഗ്രോയുടെ ഫ്രോക്സ് വന്ന് ടോഡോയെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ടോഡോ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. നീ സീരിയസ് ആയിട്ട് തന്നെയാണോ എന്റെ കൂടെ ഫൈറ്റ് ചെയ്തതെന്ന് ടോഡോ ഫുഷിഗ്രോയോട് ചോദിക്കുന്നു. ഫുഷിഗ്രോ പറയുന്നു, ഇതുവരെ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്നാൽ ഇനി അങ്ങനെയല്ല, ഞാൻ കാണിച്ചുതരാം എന്റെ പവർ എന്താണെന്ന് എന്ന് പറഞ്ഞ് ഫുഷിഗ്രോ ടോഡോയെ നോക്കുന്നു. എന്നാൽ കാണിക്കണം നിന്റെ പവർ എന്താണെന്ന് പറഞ്ഞ് ടോഡോ ഫുഷിഗ്രോയെ എപ്പ തല്ലാൻ വരുവാണ്. ഇതേ സമയം തന്നെ ഫുഷിഗ്രോയുടെ പുറകിൽ നിന്നും മര്യാദയ്ക്ക് അവിടെ നിന്നോ ഒരടി അനങ്ങരുത് എന്നൊരു ശബ്ദം കേൾക്കുന്നു.
പെട്ടെന്ന് തന്നെ ടോഡോ അവിടെ പ്രതിമ പോലെ നിൽക്കുവാണ്. ഓടി വന്ന പാണ്ഡ ടോഡോയെ ഒറ്റയിടി അങ്ങ് ഇടിക്കുന്നു. ടോഡോ അങ്ങ് തെറിച്ചു പോകുന്നു. ഹിനുമാക്കിയും പാണ്ഡയും ആയിരുന്നു അത്. ഹിനുമാക്കിയുടെ പവർ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അവന്റെ വാ തുറന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കും. കറക്റ്റ് ടൈമിന് വന്ന് നിന്നെ രക്ഷപ്പെടുത്തി എന്ന് പാണ്ഡ പറയുന്നു. ഇതേ സമയം തന്നെ എത്ര നാളായി നിന്നെ കണ്ടിട്ട് പാണ്ഡ എന്ന് ടോഡോ പാണ്ഡയോട് ചോദിക്കുന്നു. പാണ്ഡ പറയുന്നു, ഫൈറ്റ് ഒക്കെ ഇനി നടക്കാൻ പോകുന്ന മത്സരത്തിൽ മതി, ഇപ്പൊ നീ പൊക്കോ. ഓക്കെ ശരി, ഞാൻ പോവാ, പക്ഷേ ഒക്കട്സുനെ ആ ഇവന്റിന്റെ അന്ന് അവിടെ കാണണം എന്ന് ടോഡോ പറയുന്നു. യൂട്ട ഒക്കട്സു ആരാണെന്ന് മൂവി കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. മറക്കാതെ അവനോട് പറയണം, അവൻ അന്ന് അവിടെ ഉണ്ടായിരിക്കണം എന്ന് ടോഡോ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് പാണ്ഡ പറയുന്നു, ഞാനൊരു പാണ്ഡയാണ്, മനുഷ്യർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവൂല എന്ന്. മറ്റൊരു ഭാഗത്ത് നോബ്ര അടി വാങ്ങി നിലത്ത് കിടക്കുവാണ്. മായിയാണെങ്കിൽ അവളെ ഇപ്പൊ ഷൂട്ട് ചെയ്യടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് മാക്കി വരുന്നു. ഹേയ് സിസ്റ്റർ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നമുക്ക് തമ്മിൽ ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഇത് കേട്ട് മാക്കി, നടക്കാൻ പോകുന്ന ഇവന്റിൽ നോക്കിയ പോരെ ഇതൊക്കെ, ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഏയ് നോബ്ര, നീ ഓക്കെ അല്ലേന്ന് മാക്കി നോബ്രയോട് ചോദിക്കുന്നു. ഞാൻ അടിച്ച അടിയിൽ അവൾ ഇനി ഒരിക്കലും എഴുന്നേക്കാൻ പോകുന്നില്ലെന്ന് മാഹി പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് മാക്കി മായിയുടെ നേരെ വടി ചൂണ്ടുവാണ്. പെട്ടെന്ന് തന്നെ പുറകിലൂടെ വരുവാണ് നോബ്ര. അവളെ പിടിച്ച് ലോക്ക് ചെയ്യുവാണ്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ പുതിയ ഡ്രസ്സിൽ ഓട്ടയിടുമെന്ന് നോബ്ര ചോദിക്കുന്നു. അടുത്ത പ്രാവശ്യം നിന്റെ ബോഡിയിലായിരിക്കും ഓട്ടയിടാൻ പോകുന്നതെന്ന് മായിയും പറയുന്നു. ഏയ് മായി, നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞ് ടോഡോ അങ്ങോട്ട് വരുന്നു. ഫുഷിഗ്രോക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് നോബ്ര. ഇത് കേട്ട് മാക്കി പറയുന്നു, അത് കുഴപ്പമില്ല, നമ്മുടെ പിള്ളേര് നോക്കിക്കോളും. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോ ഒരിക്കൽ കൂടി എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാന്ന് മാഹി പറയുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോണം. ഞാൻ ടോക്കിയോക്ക് വന്നത് തന്നെ സോക്കാടക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ടോഡോ കുറച്ച് ടിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോണം, അല്ലെങ്കിൽ ട്രെയിൻ മിസ്സാകുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും നടക്കുന്നു. അപ്പോ ശരി, എക്സ്ചേഞ്ച് ഇവന്റിൽ കാണാമെന്ന് മാഹി പറയുന്നു. ഇത് കേട്ട് നോബ്ര ടെൻഷനായിട്ട്, എക്സ്ചേഞ്ച് ഇവന്റില് നിന്റെ തലയിൽ ഞാനൊരു ഓട്ടയിടുവടി എന്ന് പറയുന്നു. ഏയ് മാക്കി, നിന്റെ സിസ്റ്റർ പറഞ്ഞ പോലെ നിന്നെ കൊണ്ട് കേഴ്സിനെ കാണാൻ പറ്റില്ലേ? ഇല്ല, എന്റെ അടുത്ത് കേസ് എനർജി പോലും ഇല്ല. ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ എനിക്ക് കേഴ്സിനെ കാണാനും പറ്റില്ല. ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ കേഴ്സ് ടൂൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഓ, അന്ന് ഗോജോ ഇറ്റഡോറിക്ക് കൊടുത്ത വെപ്പൺ പോലത്തെ വെപ്പണാണോ നീ യൂസ് ചെയ്യുന്നത്? പിന്നെ നീ എന്തിനാണ് ഒരു സോസറർ ആവണോ എന്ന് ആഗ്രഹിക്കുന്നത്? എന്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ കയ്യിൽ കേഴ്സ് എനർജി ഇല്ലാത്തത് കൊണ്ട് അവരെന്തോ എന്നെ ഒന്നിനും കൊള്ളാത്തതായിട്ടാണ് കാണുന്നത്. കേഴ്സ് എനർജി ഇല്ലെങ്കിലും ഒരു ജുജുട്സു സോസറർ ആവാമെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരുടെ വായ ഞാൻ അടപ്പിക്കും. ഇത് കേട്ട് നോബ്രയ്ക്ക് അവളിൽ അഭിമാനം തോന്നുവാണ്. മാക്കി, നീ സൂപ്പർ ആണെന്ന് പറഞ്ഞ് മാക്കിയോട് പറയുന്നു. എക്സ്റ്റെൻഡ് ഇവന്റ് നടക്കുന്നതിന് മുമ്പ് രണ്ട് സ്കൂളിലെയും പ്രിൻസിപ്പൽ തമ്മിൽ സംസാരിക്കാറുണ്ട്. സോ അതിനുവേണ്ടി ഇപ്പോ കിയോട്ടോയിൽ നിന്ന് വന്ന പ്രിൻസിപ്പൽ ഇവിടുത്തെ പ്രിൻസിപ്പലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാഗോ എന്താ ഇനിയും വരാത്തെന്ന് പറഞ്ഞ് ആ പ്രിൻസിപ്പൽ ടെൻഷൻ ആവുന്ന സമയത്ത്, സോറി, യാഗോ വരാൻ കുറച്ച് ടൈം എടുക്കും, നമുക്ക് കുറച്ചേരം സംസാരിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുവാണ് ഗോജോ. ഹേയ് ഓൾഡ് മാൻ, അന്ന് നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ ഒരിക്കലും മറക്കൂല. ഇത് കേട്ട ആ പ്രിൻസിപ്പൽ, നീ എന്താണ് ഈ പറയുന്നത്? സ്പെഷ്യൽ കേഴ്സിനെ വിട്ട് യുജിയെ കൊല്ലാൻ തീരുമാനിച്ച ഹയർ ഒഫീഷ്യൽസിലെ ഒരാളല്ലേ നിങ്ങൾ? അതിനുള്ളത് ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഹേയ്, അവരാരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഗിയോട്ടോ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ്. സോ അവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് എടുത്തിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് പറയുന്നുണ്ട്. അവരും ഗിയോട്ടോ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അവൾ അത് കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നതെങ്കിലും അവളുടെ മനസ്സിൽ, ഓ ഇവരാണല്ലേ സാട്ടറോ ഗോജോ, ഞാൻ ഇവരുടെ വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി മനസ്സിൽ വിചാരിക്കുന്നു. ഇത് കേട്ട് സാട്ടറോ ഗോജോ, നീ ഇതിൽ ഇടപെടണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പൊക്കോളാമെന്ന് അവളോട് പറയുന്നു. ഇത് കേട്ട് അവൾ, ഓ അവരെന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിക്കുന്നു. ഞാൻ എന്തായാലും വന്ന കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ 2 കേഴ്സിനെ കണ്ടു. അത് വളരെയധികം പവർഫുൾ ആയിരുന്നു. മാത്രമല്ല അതിന് മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷം സൂഗുറു ഒരുപാടധികം കേഴ്സിനെ വെച്ച് ഒരു സിറ്റിയെ തന്നെ ആക്രമിച്ചു. ഈ വർഷം സൂക്കുണയുടെ വെസലിനെയും ആക്രമിച്ചു. കേഴ്സും അത് ചെയ്യുന്ന പ്രവൃത്തികളും വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തടയാൻ ഞാൻ മാത്രമേ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ മാത്രമേ ഇതൊക്കെ തടയുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. പാല് തന്ന കൈനെ എന്നെ കൊത്താൻ നോക്കരുത്. ഇത് കേട്ട് ടെൻഷനായ പ്രിൻസിപ്പൽ, നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? സൂക്ഷിച്ച് സംസാരിക്കണം. അയ്യോ, ഓ പിന്നെ ഞാൻ അങ്ങ് പേടിച്ചു. ഒന്ന് പോടോ കള്ളക്കളവാ, ഞാൻ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ തന്റെ ബോഡി മാത്രമേ പുറത്തു പോകൂ. സോ ഞാൻ പോവാണ്, പ്രിൻസിപ്പൾ വരാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞ് ഗോജോ മാസായിട്ട് നടന്നു പോകുന്നു. സോ ഇവിടെ വെച്ച് തന്നെ മനസ്സിലായി കാണും ഗോജോ എത്രത്തോളം ഓവർ പവർഡ് ആണെന്ന്. ആ പ്രിൻസിപ്പളിന് ഒന്നും തന്നെ പറയാൻ പറ്റില്ല തിരിച്ച്. കാരണം ഗോജോനായിട്ട് കളിക്കാൻ നിന്നാ ഗോജോ കളി പഠിപ്പിക്കും. അങ്ങനെ പ്രിൻസിപ്പൾ അവിടെ ഉണ്ടായിരുന്ന ആ പെണ്ണിനോട്, അവളുടെ പേര് കസുമി എന്നാണ്, അവളോട് ഒരു ഗ്ലാസ് ചായ കൊണ്ടുതരാൻ പറയുന്നു. അതിനെന്താ ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞ് അവൾ പതിയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ അടിച്ച് അവിടെ നിന്ന് കണ്ടം വഴി ഓടുവാണ്. അയ്യോ, സാട്ടറോ ഗോജോ പോകുന്നതിന് മുമ്പ് എനിക്ക് സെൽഫി എടുക്കണം, പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഓടുന്നു. അങ്ങനെ ഗോജോയുടെ കൂടെ സെൽഫി എടുത്ത് പാട്ടൊക്കെ പാടി, ഇത് വെച്ച് ഞാൻ മറ്റു സ്റ്റുഡൻസിന്റെ മുമ്പിൽ കുറച്ച് ആളാവും എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ആ റൂമിലോട്ട് കയറി വരുന്നു. പ്രിൻസിപ്പൾ അവളോട് ചായ എവിടെയാണെന്ന് ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ടോഡോയാണ്. ടോഡോ ഇപ്പൊ ടോക്കിയോയിലോട്ട് വന്നതേ ഇവളെ കാണാൻ വേണ്ടിയാണ്. അവൾക്കൊരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് അങ്ങ് മതി മറന്ന് നിൽക്കുവാണ്.
സെപ്റ്റംബർ 2018, അതായത് ഒരു മാസത്തിന് ശേഷം ഒരു തിയേറ്ററിൽ 3 പേർ വളരെ കൊടൂരമായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ 3 പേരെയും കാണാനില്ല എന്ന് റിപ്പോർട്ടും ഉണ്ട്. ഇതേ സമയം തിയേറ്ററിന്റെ പുറത്തുകൂടെ ഒരാൾ നടന്നു പോകുന്നു. ഒരു കുട്ടി അയാളോട് നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്നു, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? യുജി, അകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കും, നീ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, നമുക്ക് പോവാം എന്ന് യുജി പറയുന്നു. യുജിയും ഒരു വെള്ളക്കോട്ടിട്ട് ഒരു പുള്ളിക്കാരനും കൂടിയും ആ തിയേറ്ററിന്റെ ഉള്ളിലോട്ട് കയറി പോകുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. യുജി ജീവനോടെ ഇരിക്കുന്നത് അവന്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല. ആ എക്സ്ചേഞ്ച് ഇവന്റ് നടക്കാൻ ഇനി ഒരു മാസം കൂടിയുണ്ട്. സോ അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.